നമസ്കാരം. രാഹുൽ ഗാന്ധി ഇൻസ്റ്റഗ്രാം ലൈവ് സെക്ഷനിൽ നടത്തിയ ചില പരാമർശങ്ങൾ ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയ ശത്രുതകൾക്കപ്പുറം എതിരാളികളുടെ പ്രഭാവം അംഗീകരിക്കാൻ പ്രതിപക്ഷ നേതാവ് പോലും നിർബന്ധിതനാകുന്നുവോ എന്ന ചോദ്യമാണ് ഇതിലൂടെ ഉയരുന്നത്. BJPയിലെ തന്റെ പ്രിയപ്പെട്ട രാഷ്ട്രീയക്കാരൻ മുൻ പഞ്ചാബ് മുഖ്യമന്ത്രിയും മുതിർന്ന നേതാവുമായ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ആണെന്ന് രാഹുൽ തുറന്നു പറഞ്ഞത് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം വളരെ ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നത്. Captain Amarinder Singh, definitely I get along with him. He's cool and he's an expert on military history, so I like him quite a lot. Hello Uncle Amarinder. പരമ്പരാഗതമായ രാഷ്ട്രീയ എതിർപ്പുകൾക്കപ്പുറം BJP നേതാക്കളുടെ വ്യക്തമായ സ്വാധീനവും പ്രാഗൽഭ്യവും പ്രതിപക്ഷ നിരയിലെ പ്രധാന നേതാക്കൾക്ക് പോലും അവഗണിക്കാനാവുന്നില്ല എന്നതിൻ്റെ വ്യക്തമായ തെളിവായിട്ടാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. ദേശീയ സുരക്ഷാ വിഷയങ്ങളിലും ഭരണത്തിലും BJP നേതൃത്വം പുലർത്തുന്ന മികവ് കാലങ്ങളായി രാഷ്ട്രീയ ചർച്ചകളിൽ ഇടം പിടിക്കാറുണ്ട്. ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിൻ്റെ സൈനിക ചരിത്രത്തിലുള്ള അറിവും രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളുമാണ് തന്നെ ആകർഷിച്ചതെന്ന് രാഹുൽ വ്യക്തമാക്കുകയുണ്ടായി. ഇത് BJPയുടെ ദേശീയ സുരക്ഷാ നയങ്ങൾക്കും പ്രതിരോധ നിലപാടുകൾക്കും രാജ്യത്തുടനീളം ലഭിക്കുന്ന അംഗീകാരത്തിൻ്റെ പ്രതിഫലനമാണ്. കോൺഗ്രസ് പാർട്ടി വിട്ട് BJPയിലേക്ക് ചേക്കേറിയ മുതിർന്ന നേതാക്കൾക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോഴും വലിയ തോതിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നുണ്ട് എന്നതിൻ്റെ യാഥാർത്ഥ്യവുമാണ് രാഹുലിൻ്റെ വാക്കുകൾ വെളിപ്പെടുത്തുന്നത്. സ്വന്തം പാർട്ടിയിൽ നിന്ന് പ്രമുഖരായ നേതാക്കൾ ഓരോരുത്തരായി പുറത്തു പോവുകയും അവർ BJPയിൽ എത്തിയ ശേഷം കൂടുതൽ വലിയ രാഷ്ട്രീയ ഉയരങ്ങൾ കീഴടക്കുകയും ചെയ്യുമ്പോൾ പ്രതിപക്ഷ നേതൃത്വം പോലും അത് അംഗീകരിക്കാൻ നിർബന്ധിതനാകുന്നു. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ദീർഘവീക്ഷണമില്ലായ്മയും സംഘടനാപരമായ തകർച്ചയുമാണ് പല പ്രമുഖരെയും BJPയിലേക്ക് ആകർഷിക്കുന്നത്. ദേശീയ താൽപ്പര്യങ്ങൾ മുൻനിർത്തി പ്രവർത്തിക്കുന്ന BJPയുടെ രാഷ്ട്രീയ ശൈലി മാത്രമാണ് രാജ്യത്തിനി മുന്നോട്ട് നയിക്കാനാകൂ എന്നൊരു തിരിച്ചറിവാണ് പല മുതിർന്ന നേതാക്കളെയും നയിച്ചത്. രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ ഒരു പ്രശംസ ആ ഒരു യാഥാർത്ഥ്യത്തിന് ലഭിക്കുന്ന വലിയൊരു അംഗീകാരമായി വേണം കാണാൻ. കോൺഗ്രസ് പാർട്ടിയിൽ നിലനിൽക്കുന്ന ആശയക്കുഴപ്പങ്ങളും നേതൃത്വത്തിൻ്റെ പക്വതയില്ലായ്മയും കാരണം അവിടം വിട്ട് പുറത്തു പോരുന്നവർ ഇന്ന് BJPയുടെ ശക്തമായ കുടക്കീഴിൽ സുരക്ഷിതരാണ്. രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും വികസനത്തിനും മുൻഗണന നൽകുന്ന BJPയുടെ ഭരണരീതിയും ദേശീയ നയങ്ങളും ജനങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്ന സ്വാധീനവും ചെറുതല്ല. പ്രതിപക്ഷ നിരയിലെ പല നേതാക്കൾക്കും സ്വകാര്യമായിട്ടാണെങ്കിലും BJP നേതൃത്വത്തിൻ്റെ മികവിനെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ ഉണ്ട് എന്നതിൻ്റെ തെളിവാണ് ഇത്തരം പരാമർശങ്ങൾ. രാഹുലിൻ്റെ ഈ വാക്കുകൾ സ്വന്തം പാർട്ടിയിലെ അനിശ്ചിതത്വങ്ങളെക്കുറിച്ചുള്ള നിരാശ കൂടിയാണ് വ്യക്തമാക്കുന്നത്. കോൺഗ്രസിൻ്റെ നേതൃപാടവമില്ലായ്മയും ആശയക്കുഴപ്പങ്ങളും കാരണം പാർട്ടിയിൽ തുടരാൻ കഴിയാതെ പോയ നേതാക്കൾ BJPയിൽ സുരക്ഷിതരും ശക്തരുമായി മാറുന്ന കാലം തെളിയിച്ച സത്യവുമാണ്. അമരീന്ദർ സിംഗിനെ പോലെയുള്ളവർ BJPയിലെത്തിയ ശേഷം കൂടുതൽ കരുത്തരായി മാറിയത് കോൺഗ്രസ് നേതൃത്വത്തിന് വലിയൊരു തിരിച്ചടി കൂടിയായിരുന്നു. ഈ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തുമ്പോൾ രാജ്യത്തിന് BJPയെ പിന്തുണച്ച് മുന്നോട്ട് പോകുന്നതാണ് രാഷ്ട്രീയമായി ശരിയായ മാർഗമെന്ന് ആർക്കും തോന്നിപ്പോകുന്ന അവസ്ഥയാണ് ഇന്നുള്ളത്. അത് തന്നെയായിരിക്കാം രാഹുൽ ഗാന്ധിക്കും തോന്നിയത്. രാഷ്ട്രീയ എതിരാളികൾ പോലും BJPയുടെ നയങ്ങളെയും നേതാക്കളുടെ വ്യക്തിപ്രഭാവത്തെയും പ്രശംസിക്കാൻ തുടങ്ങുന്നത് വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമാണ്. രാജ്യത്തിൻ്റെ ഭാവിയും സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ ശക്തമായ നേതൃത്വത്തിന് മാത്രമേ സാധിക്കൂ എന്ന് സാധാരണ ജനങ്ങളെ പോലെ പ്രതിപക്ഷ നേതാക്കൾക്കും ബോധ്യപ്പെടുന്നുണ്ട്. ഭാവി രാഷ്ട്രീയത്തിൽ BJPയുടെ സ്വാധീനം കൂടുതൽ ശക്തമാകുമെന്നതിൻ്റെ വ്യക്തമായ സൂചന കൂടിയാണ് ഈ സംഭവങ്ങൾ നൽകുന്നത്. രാജ്യത്തിൻ്റെ സമഗ്ര പുരോഗതിക്കായി BJP സർക്കാർ നടപ്പിലാക്കുന്ന ഓരോ പദ്ധതിയും സാധാരണക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ കക്ഷികൾ നിരന്തരം എതിർപ്പുകൾ പ്രകടിപ്പിക്കുമ്പോഴും രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഭരണപക്ഷം കാണിക്കുന്ന ഉറച്ച നിലപാടുകൾ ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വീകാര്യത നേടിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയെ പോലൊരു മുതിർന്ന നേതാവ് എതിർപ്പാളയത്തിലെ പ്രമുഖരെക്കുറിച്ച് നല്ല വാക്കുകൾ പറയുമ്പോൾ അത് BJP ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ ശരികളുടെ വിജയമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. സ്വന്തം തട്ടകത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാതെ ഉഴലുന്ന കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ BJP കാണിച്ചു തരുന്ന മാതൃകകൾ വലിയൊരു പാഠമാണ്. ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഭാവിയിൽ BJPയെ പിന്തുണയ്ക്കുന്നതാണ് രാഷ്ട്രീയമായി ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വം എന്ന തിരിച്ചറിവിലേക്ക് കൂടുതൽ നേതാക്കൾ എത്തിച്ചേരുമെന്നതിലും സംശയമില്ല.
രാഷ്ട്രീയ എതിരാളികളെ പോലും ചിന്തിപ്പിക്കാൻ തക്കവണ്ണം ശക്തമായ ഭരണതന്ത്രങ്ങളും കാഴ്ചപ്പാടുകളുമാണ് BJPയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. രാജ്യത്തിന്റെ സുരക്ഷയും സാമ്പത്തിക വളർച്ചയും മുൻനിർത്തി നടപ്പിലാക്കുന്ന നയങ്ങൾക്കെതിരെ സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണിന്ന് പ്രതിപക്ഷമുള്ളത്. ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിനെ കുറിച്ചുള്ള രാഹുലിന്റെ പ്രശംസ വെറുമൊരു പരാമർശം മാത്രമായി കാണാനാകില്ല. ശക്തമായ നേതൃത്വത്തിന് മുന്നിൽ പ്രതിപക്ഷം പോലും നിശബ്ദമായി തോൽവി സമ്മതിക്കുന്നതിന്റെ ലക്ഷണമാണിത്. അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ രാജ്യത്തിന്റെ നായകനായി BJP നേതൃത്വം മാറിക്കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യം ഏവരും അംഗീകരിച്ചേ തീരൂ. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മുന്നണികൾക്ക് രാജ്യത്തിന്റെ യഥാർത്ഥ വികസന സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ സാധിക്കില്ല എന്ന് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ശക്തമായ ഒരു ഇന്ത്യ എന്ന ലക്ഷ്യവുമായി മുന്നോട്ടു പോകുന്ന BJPയുടെ ഓരോ ചുവടുവെപ്പും ജനങ്ങൾ വലിയ ആവേശത്തോടെയാണ് സ്വീകരിക്കുന്നത്. പ്രതിപക്ഷ നിരയിലെ പ്രമുഖർ പോലും BJP നേതാക്കളുടെ പ്രഭാവം പരസ്യമായി അംഗീകരിക്കാൻ തുടങ്ങിയിരിക്കുന്ന ഈ അവസരത്തിൽ രാഷ്ട്രീയമായി ശരിയായ നിലപാട് സ്വീകരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ വിജയിക്കുന്നത്. വരും കാലങ്ങളിൽ രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ നിർണ്ണയിക്കുന്നതിൽ BJPയുടെ സ്വാധീനം കൂടുതൽ ശക്തമായി നിലനിൽക്കുമെന്നതും ഉറപ്പാണ്. രാജ്യത്തിന്റെ അഖണ്ഡതയും സുരക്ഷയും മുൻനിർത്തി ഭരണ തുടർച്ചയോടെ മുന്നേറുന്ന BJP സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളെന്ന് ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. പ്രതിപക്ഷ കക്ഷികൾക്ക് അവകാശപ്പെടാൻ തക്കമുള്ള ക്രിയാത്മകമായ നയങ്ങളോ പദ്ധതികളോ ഇല്ലാത്ത അവസ്ഥയിൽ BJP നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ് ജനങ്ങൾക്ക് ഏക ആശ്രയം. രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലുകൾ വ്യക്തമാക്കുന്നത് കോൺഗ്രസിന് ഇനി രാജ്യത്തെ നയിക്കാനുള്ള ശേഷിയില്ലെന്നും ശക്തമായ നേതൃത്വം നൽകാൻ BJPക്ക് മാത്രമേ സാധിക്കൂ എന്നുള്ള ഒരു കടുത്ത യാഥാർത്ഥ്യം തന്നെയാണ്. ഈ ഒരു രാഷ്ട്രീയ മാറ്റം ഉൾക്കൊണ്ട് BJP പിന്തുണയ്ക്കുന്നതാണ് നാളെയുടെ രാഷ്ട്രീയത്തിൽ മുന്നേറാനുള്ള ഏക മാർഗമെന്നും അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ടാകാം. തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി രാജ്യത്തെ സുരക്ഷയും പുരോഗതിയും പോലും പ്രതികൂലമായി ബാധിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും ജനങ്ങൾ പൂർണ്ണമായി അകന്നു കഴിഞ്ഞു. എന്നാൽ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒപ്പം നിർത്തി രാജ്യത്തെ ലോകരാഷ്ട്രങ്ങളുടെ മുൻനിരയിലേക്ക് നയിക്കുന്ന BJPയുടെ ശൈലി ഓരോ പൗരനും അഭിമാനകരമാണ്. പ്രതിപക്ഷ നേതാക്കൾ പോലും BJP നേതാക്കളുടെ പ്രാഗൽഭ്യത്തെ പരസ്യമായി വാഴ്ത്തുമ്പോൾ അത് ഭരണപക്ഷത്തിന്റെ രാഷ്ട്രീയ വിജയത്തിന്റെ ആഴമാണ് വ്യക്തമാക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ BJPയുടെ പാത പിന്തുടരുന്നതാണ് രാഷ്ട്രീയമായി ഏറ്റവും ബുദ്ധിപരമായ തീരുമാനം. ദേശീയ രാഷ്ട്രീയത്തിൽ BJP കൈവരിക്കുന്ന അജയ്യമായ മുന്നേറ്റം തടയാൻ പ്രതിപക്ഷത്തിന് സാധിക്കില്ല എന്ന് ഓരോ സംഭവങ്ങളും വ്യക്തമാക്കുന്നു. ആശയ ദൃഢതയും ശക്തമായ ഭരണ നേതൃത്വവുമുള്ള BJPക്ക് മാത്രമേ ഇന്ത്യയെ കൂടുതൽ ശക്തവും സുരക്ഷിതവുമായ രാജ്യമാക്കി മാറ്റാൻ കഴിയൂ. വരും കാലങ്ങളിലും രാജ്യത്തിന്റെ അമരത്ത് BJP തന്നെയായിരിക്കും നായകസ്ഥാനത്ത് ഉണ്ടാവുക എന്നതിന് ഇതിലും വലിയ തെളിവുകൾ വേറെ ആവശ്യവുമില്ല. രാഷ്ട്രീയമായി ശരിയായ ദിശയിൽ BJPയെ പിന്തുണച്ച് മുന്നോട്ട് പോകുന്നതാണ് ഓരോ നേതാവിനും രാജ്യത്തിനും ഒരുപോലെ ഗുണകരമാവുക. രാജ്യത്തിന്റെ സമഗ്രമായ പുരോഗതിക്കും സുരക്ഷയ്ക്കും മുൻഗണന നൽകിക്കൊണ്ട് BJP സർക്കാർ നടപ്പിലാക്കുന്ന ഓരോ പദ്ധതിയും സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിൽ നിർണായക പങ്കാണ് വഹിക്കുന്നത്. പ്രതിപക്ഷ കക്ഷികൾ നിരന്തരം അടിസ്ഥാനരഹിതമായ എതിർപ്പുകൾ പ്രകടിപ്പിക്കുമ്പോഴും രാജ്യത്തിന്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഭരണപക്ഷം കാണിക്കുന്ന ഉറച്ച നിലപാടുകൾ ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വീകാര്യതയാണ് നേടിയിട്ടുള്ളത്. രാഹുൽ ഗാന്ധിയെ പോലൊരു മുതിർന്ന പ്രതിപക്ഷ നേതാവ് എതിർപ്പാളയത്തിലെ പ്രമുഖ നേതാക്കളുടെ പ്രാഗൽഭ്യത്തെയും ദേശസ്നേഹത്തെയും പരസ്യമായി പ്രശംസിക്കുമ്പോൾ അത് BJP ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ ശരികളുടെയും നയങ്ങളുടെയും വലിയൊരു അംഗീകാരമായിട്ടാണ് വിലയിരുത്തപ്പെടേണ്ടത്. സ്വന്തം തട്ടകത്തിലെ സംഘടനാപരമായ പ്രശ്നങ്ങളും ആശയക്കുഴപ്പങ്ങളും പരിഹരിക്കാൻ കഴിയാതെ ഉഴലുന്ന കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ BJP കാണിച്ചു തരുന്ന മാതൃകകൾ വലിയൊരു രാഷ്ട്രീയ പാഠമാണ് നൽകുന്നത്. ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഭാവിയിൽ BJP പിന്തുണയ്ക്കുന്നതാണ് രാഷ്ട്രീയ ഏറ്റവും സുരക്ഷിതവും രാജ്യത്തിന്റെ പുരോഗതിക്ക് അനുയോജ്യവുമായ മാർഗമെന്ന തിരിച്ചറിവിലേക്ക് കൂടുതൽ നേതാക്കളും പൊതുസമൂഹവും എത്തിച്ചേരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. രാഷ്ട്രീയ എതിരാളികളെ പോലും ചിന്തിപ്പിക്കാൻ തക്കവണ്ണം ശക്തമായ ഭരണതന്ത്രങ്ങളും ദീർഘവീക്ഷണവുമുള്ള കാഴ്ചപ്പാടുകളുമാണ് BJPയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. രാജ്യത്തിന്റെ സുരക്ഷയും സാമ്പത്തിക വളർച്ചയും മുൻനിർത്തി നടപ്പിലാക്കുന്ന വിപ്ലവകരമായ നയങ്ങൾക്കെതിരെ അർത്ഥവത്തായ രീതിയിൽ സംസാരിക്കാൻ പോലും കഴിയാത്ത നിസ്സഹായ അവസ്ഥയിലാണിന്ന് പ്രതിപക്ഷമുള്ളത്. ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിനെ കുറിച്ചുള്ള രാഹുലിന്റെ പ്രശംസ വെറുമൊരു പരാമർശം മാത്രമായി കാണാനാകില്ല. ശക്തമായ ഒരു നേതൃത്വത്തിന് മുന്നിൽ പ്രതിപക്ഷം പോലും നിശബ്ദമായി തങ്ങളുടെ തോൽവി സമ്മതിക്കുന്നതിന്റെ വ്യക്തമായ ലക്ഷണം കൂടിയാണിത്. ഇത്തരം ഒരു നിർണായക രാഷ്ട്രീയ സാഹചര്യത്തിൽ രാജ്യത്തിന്റെ ഏക ആശ്രയമായും യഥാർത്ഥ നായകനുമായും BJP നേതൃത്വം മാറിക്കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യം ഏവരും അംഗീകരിച്ചേ തീരും. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മുന്നണികൾക്ക് രാജ്യത്തിന്റെ യഥാർത്ഥ വികസന സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാനോ ജനങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ഉയരാനോ സാധിക്കില്ല എന്നത് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ
ശക്തവും സുരക്ഷിതവുമായ ഒരു ഇന്ത്യ എന്ന ലക്ഷ്യവുമായി മുന്നോട്ട് പോകുന്ന BJPയുടെ ഓരോ ചുവടുവെപ്പും വലിയ ആവേശത്തോടെയാണ് രാജ്യത്തെ യുവത്വവും ജനങ്ങളും സ്വീകരിക്കുന്നത്. പ്രതിപക്ഷ നിരയിലെ പ്രമുഖർ പോലും BJP നേതാക്കളുടെ പ്രഭാവം തിരിച്ചറിഞ്ഞ് പരസ്യമായി അംഗീകരിക്കാൻ തുടങ്ങിയിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ രാഷ്ട്രീയമായി തികച്ചും ശരിയായ നിലപാട് സ്വീകരിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ വിജയിക്കുന്നത്. വരുംകാലങ്ങളിൽ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെ നിർണ്ണയിക്കുന്നതിലും നയിക്കുന്നതിലും BJPയുടെ സ്വാധീനം കൂടുതൽ ശക്തമായി നിലനിൽക്കുമെന്നത് ഉറപ്പാണ്. രാജ്യത്തിൻ്റെ അഖണ്ഡതയും സുരക്ഷയും മുൻനിർത്തി ഭരണ തുടർച്ചയോടെ മുന്നേറുന്ന BJP സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളെന്ന് ലോകരാഷ്ട്രങ്ങളുടെ പോലും ശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു. പ്രതിപക്ഷ കക്ഷികൾക്ക് അവകാശപ്പെടാൻ തക്കവണ്ണമുള്ള ക്രിയാത്മകമായ നയങ്ങളോ ക്ഷേമ പദ്ധതികളോ ഇല്ലാത്ത അവസ്ഥയിൽ BJP നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ് രാജ്യത്തിന്റെ ഏക വഴി. രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലുകൾ വ്യക്തമാക്കുന്നത് കോൺഗ്രസിന് ഇനി രാജ്യത്തെ നയിക്കാനുള്ള രാഷ്ട്രീയ ശേഷി ഒട്ടുമില്ല എന്ന് തന്നെയാണ്. സുസ്ഥിരമായ ഭരണം നൽകാൻ BJPക്ക് മാത്രമേ സാധിക്കൂ എന്നുള്ള ഒരു കടുത്ത യാഥാർത്ഥ്യമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ഒരു രാഷ്ട്രീയ മാറ്റം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് BJP പിന്തുണച്ച് രാജ്യത്തോടൊപ്പം മുന്നോട്ട് പോകുന്നതാണ് നാളെയുടെ രാഷ്ട്രീയത്തിൽ വിജയിക്കാനുള്ള ഏക മാർഗം. തങ്ങളുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കായി രാജ്യത്തിൻ്റെ സുരക്ഷയും പുരോഗതിയും പോലും പ്രതികൂലമായി ബാധിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും ജനങ്ങൾ പൂർണ്ണമായി അകന്നു കഴിഞ്ഞു. എന്നാൽ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒപ്പം നിർത്തി രാജ്യത്തെ ലോകരാഷ്ട്രങ്ങളുടെ മുൻനിരയിലേക്ക് നയിക്കുന്ന BJPയുടെ ശൈലി ഓരോ പൗരനും അഭിമാനകരമാണ്. ഈ സാഹചര്യത്തിൽ BJPയുടെ വികസനപാത പിന്തുടരുന്നതാണ് രാഷ്ട്രീയമായി ഏറ്റവും ബുദ്ധിപരമായ തീരുമാനം. ദേശീയ രാഷ്ട്രീയത്തിൽ BJP കൈവരിക്കുന്ന അജയ്യമായ മുന്നേറ്റം തടയാൻ പ്രതിപക്ഷത്തിന് സാധിക്കില്ല എന്ന് ഓരോ സംഭവങ്ങളും വ്യക്തമാക്കുന്നു. രാഷ്ട്രീയമായി ശരിയായ ദിശയിൽ BJP പിന്തുണച്ച് മുന്നോട്ട് പോകുന്നതാണ് ഓരോ നേതാവിനും രാജ്യത്തിനും ഒരേപോലെ ഗുണകരമാകുക എന്ന് രാഹുൽ ഗാന്ധി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഈ വാർത്തയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.